നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് പദ്ധതികളാണ്. ആരോഗ്യക്ഷേമ പദ്ധതികളും സാമൂഹികക്ഷേമ പദ്ധതികളും ബാക്കി കുറച്ച് സർക്കാർ പദ്ധതികളും. അപ്പൊ ഒരുപാട് പദ്ധതികളുണ്ട്. സർക്കാർ എല്ലാ മാസവും ഒത്തിരി പദ്ധതികൾ ഇറക്കാറുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പദ്ധതികളാണ് നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. ആരോഗ്യക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട്, സാമൂഹികക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട്, അല്ലാതെ എല്ലാ സർക്കാർ പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ആശാ കിരണം. അപ്പൊ ഇതിലെല്ലാം കിരണം വരുന്നത് കൊണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവാം. നിങ്ങൾ നന്നായിട്ടായിരിക്കും പഠിക്കുന്നത്, പക്ഷെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. ഓപ്ഷനിൽ ആശ്വാസ കിരണം, ആശാ കിരണം, അഭയകിരണം ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. അപ്പൊ ആശാ കിരണം എന്ന് പറഞ്ഞാല് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം എന്ന് പറയുന്നത്. അത്രയും ഓർത്തിരുന്നാൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടത്തില്ല ഏതാണ്. അപ്പൊ ആശാ കിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ആശ്വാസ കിരണം. അതെന്താന്ന് വെച്ചാല് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം നൽകുന്ന പെൻഷൻ പദ്ധതിയാണ് ആശ്വാസ കിരണം. അതായത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു ആശ്വാസം പോലെ എന്താണ് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി. അങ്ങനെ ഓർത്തു വയ്ക്കുക. അത് ആശ്വാസ കിരണമാണ്. ഓക്കെയാണ്. അടുത്ത് അഭയകിരണം. അഭയകിരണം എന്ന് പറഞ്ഞാല് നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ഒരു ജീവിത അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി. വിധവകൾ എന്നുള്ള വാക്ക് ഓർത്തു വെച്ചിരിക്കുക. അവർക്കൊരു അഭയം. മറ്റേത് ആശ്വാസമാണ്. എന്താണ്? രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കുള്ള ഒരു പെൻഷൻ. മറ്റേത് അഭയം. അപ്പൊ വിധവകൾക്കുള്ള അഭയമാണ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. അടുത്തത് ബാലമുകുളം. ഉത്തരം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബാലമുകുളം എന്ന് പറഞ്ഞാല് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ്. സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് എന്ത്? ബാലമുകുളം. ബാല എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? കൊച്ചു പിള്ളേരെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് സ്കൂൾ തലമായിരിക്കും എന്ന് ഓർത്തിരിക്കുക. അടുത്ത മന്ദഹാസം. മന്ദഹാസം എന്തായിരിക്കും? മന്ദഹാസം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക, ചിരിക്കുക എന്നാണ്. അപ്പൊ ചിരിക്കുക എന്ന് പറയുമ്പോൾ പല്ലുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർത്തിരിക്കുക. വയോജനങ്ങൾക്ക് കൃത്രിമദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. വയോജനങ്ങൾക്കാണെന്ന് കൂടി ഓർത്തിരിക്കുക. മന്ദഹാസം ചിരിക്കുമ്പോഴാണ്. അപ്പൊ അത് പല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൃത്രിമ ദന്തം ആർക്ക് നൽകുന്നതിനുള്ള? വയോജനങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള പദ്ധതിയാണ് മന്ദഹാസം. അടുത്ത മൃതസഞ്ജീവനി. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്. അല്ലെ? നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട് മൃതസഞ്ജീവനി. അതിന്റെ അംബാസിഡർ മോഹൻലാലാണ്, നമുക്കറിയാം. മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവങ്ങൾ എന്ത് ചെയ്യും? ദാനം ചെയ്യുന്നതാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് താലോലം. താലോലം എന്ന് പറഞ്ഞാല് മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ്. കുട്ടികളുടെയാണ് താലോലം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർക്കുക. അത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് എന്ത്? താലോലം എന്ന് പറയുന്നത്. ഡയാലിസിസ് ഒഴികെയുള്ള കിടത്തി ചികിത്സ രോഗികൾക്ക് ധനസഹായം ലഭിക്കുന്നതാണ് കേട്ടോ. ഡയാലിസിസ് ഒഴികെയുള്ള. അപ്പൊ മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയുടെ പേരാണ് എന്ത്? താലോലം എന്ന് പറയുന്നത്. അടുത്തത് സാന്ത്വനം. സാന്ത്വനം എന്ന് പറയുമ്പോൾ കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി. കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് എന്ത്? സാന്ത്വനം. 2006 അത് ആരംഭിച്ചത്. അടുത്തത് കാരുണ്യ പദ്ധതി. കാരുണ്യ പദ്ധതി ഈ ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗം ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്താണ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായമാണ് കേട്ടോ. ഇത് കണ്ടെത്തുന്നതാണ് എന്ത്? നമ്മുടെ കാരുണ്യ ലോട്ടറിയിൽ കൂടെയാണ് കണ്ടെത്തുന്നത്. സോ അതുകൊണ്ട് അതിന്റെ പേര് എന്താണ്? കാരുണ്യ പദ്ധതിയാണ്. അപ്പൊ ഏതൊക്കെ രോഗം? ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗം ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ഒരു സാമ്പത്തിക പദ്ധതിയാണ് എന്ത്? കാരുണ്യ പദ്ധതി. അടുത്ത് ശരണ്യ. ഇത് ശരണ്യ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ എന്നീ പിന്നാക്കാവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി. എന്ത് പദ്ധതിയാണ്? സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്ത്? ശരണ്യ എന്ന് പറയുന്നത്. ശരണ്യ എന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരാണ്. അപ്പൊ അതെന്താണ്? വനിതകൾക്കുള്ള സ്വയം തൊഴിലാണെന്ന് ഓർക്കുക. ഇങ്ങനെയുള്ളവർക്കാണ് വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാരോ. അതിൽ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി ആരംഭിച്ച എന്താണ്? സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്ത്? ശരണ്യ എന്ന് പറയുന്നത്.
അടുത്ത തേൻ അമൃത് പദ്ധതിയാണ് കേട്ടോ. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണിത്, തേൻ അമൃത് പദ്ധതി. അപ്പൊ പോഷകാഹാരക്കുറവിന് എപ്പോഴാണ് ലോക്ക്ഡൌൺ കാലത്ത് പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്, തേൻ അമൃത് പദ്ധതി. അടുത്ത് എന്റെ കൂട് എന്താന്ന് വെച്ചാല് സാമൂഹിക നീതി വകുപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരുക്കിയ രാത്രികാല താമസ സംരക്ഷണ കേന്ദ്രം. എന്റെ കൂട്, എന്റെ വീട് അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. അപ്പം അതൊരു ഷെൽട്ടർ പോലെ. ഓക്കെ, അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള രാത്രികാല താമസ സംരക്ഷണ കേന്ദ്രത്തിനെയാണ് എന്റെ കൂട് എന്ന് പറയുന്നത്. ഓക്കെ, പേരിൽ നിന്ന് തന്നെ അത് കിട്ടുന്ന രീതിയിലേക്ക് ഓർത്ത് വെക്കുക. ഇത് ഒരുപാടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളും ഒരുപാടുണ്ട്. അപ്പൊ എല്ലാം കൂടെ എന്ത് ചെയ്യും നമുക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് കാതോരം. കാതോരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും കേൾവിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും കാതോരം എന്ന്. അപ്പം അങ്ങനെ ഓർത്തു വെക്കാം. അപ്പൊ കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം. ആരുടെയാണ്? നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്നത്. ആരുടെയാണ്? നവജാത ശിശുക്കൾ. കാതോരം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ചെവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഓർക്കുക. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നടത്തുന്നതാണ് എന്ത്, കാതോരം പദ്ധതി. അടുത്ത് ധ്വനി എന്ന് പറയുമ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്, അതായത് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സ. അപ്പൊ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താറുണ്ട്, ചെവിക്കകത്തുള്ള കോക്ലിയയെ പറ്റി നിങ്ങൾക്കറിയാം. അതിന്റെ ഇംപ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ഏത്, ധ്വനി എന്ന് പറയുന്നത്. ഓക്കെയാണ്. അടുത്ത മാതൃയാനം. പ്രസവാനന്തരം കുഞ്ഞിനെയും അമ്മയെയും വീട്ടിലേക്ക് ടാക്സിയിൽ എത്തിക്കുന്നതിനായി വനിതാ ശിശുക്ഷേമ വകുപ്പും കേരള സാമൂഹിക വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്, മാതൃയാനം. അതായത് എന്താണ്, പ്രസവാനന്തരം കുഞ്ഞിനെയും അമ്മയും ടാക്സിയിൽ വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്, മാതൃയാനം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് വയോമിത്രം. ഇപ്പൊ വയോ വെച്ചിട്ട് കുറച്ചധികം പദ്ധതികളുണ്ട്. വയോമിത്രം, വയോമധുരം, വയോ അമൃതം, അങ്ങനെ കുറച്ച് പദ്ധതികളുണ്ട് കേട്ടോ. അപ്പൊ അത് ഇനി പഠിക്കും നമ്മള്. വയോമിത്രം എന്താന്ന് വെച്ചാൽ കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ചത് ഈ പദ്ധതിയിലൂടെയാണ്. വയോമിത്രം എന്ന് പറയുന്നത് എന്തിനാണ്? വയോജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കോവിഡ് സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്, വയോമിത്രം എന്ന് പറയുന്നത്. അടുത്ത സഹിതം. വിദ്യാർത്ഥികളുടെ അക്കാഡമിക് മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി അധ്യാപകരെ മെന്റർമാരാക്കുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത്, സഹിതം എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് ആശ്വാസം എന്നാണ്. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസം എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസിന് വേണ്ടിയിട്ടാണ്. ആശ്വാസം എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്തത് സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്, സ്നേഹസ്പർശം എന്ന് പറയുന്നത്. അടുത്ത മംഗല്യ. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ്. പുനർവിവാഹം, മംഗല്യ എന്ന് പറയുമ്പോൾ കല്യാണമാണ്. അപ്പൊ വിധവകളും വിവാഹമോചിതരായ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള പുനർവിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയുടെ പേരാണ് എന്ത്, മംഗല്യ എന്ന് പറയുന്നത്. വയോമധുരം, നമ്മൾ നേരത്തെ വയോമിത്രം പഠിച്ചു. വയോമധുരം എന്ന് വെച്ചാല് മധുരം അറിയാലോ, അപ്പൊ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. വയോമധുരം എന്ന് പറയുമ്പോ എന്താണ്, പ്രമേഹ രോഗമാണെന്ന് ഓർക്കുക. എന്താണ്, അതില് BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി എന്ത് നൽകുന്ന, ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്നത്. അടുത്ത കവചം. ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്, കവചം എന്ന് പറയുന്നത്. കവചം എന്താണ്? ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കവചം എന്ന് പറയുന്നത്. അടുത്തത് ആയുർദളം. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സർക്കാരിന്റെ പദ്ധതിയാണ് ആയുർദളം. എന്തിനാണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് ആയുർദളം എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരാണ് ദൃഷ്ടി. ഗ്ലോക്കോമ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് നമുക്കറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് പേര് വന്നത്, ദൃഷ്ടി.
ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം ദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്തും കണ്ണിന്റെ ആണെന്ന് നമ്മൾ ഓർക്കുക. അതിൽ എന്താണ് ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരാണ് എന്ത് ദൃഷ്ടി എന്ന് പറയുന്നത്. അടുത്ത, കേരളത്തിൽ കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. അതായത് കുപ്പിവെള്ളം, ബോട്ടിൽ വാട്ടർ ഉണ്ടല്ലോ, അതിന്റെ എന്താണ് ശുദ്ധത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയല്ല, പരിശോധനയാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. കേരളത്തിലെ അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. അങ്കണം എന്ന് പറയുമ്പോൾ അങ്കണവാടി എന്ന് ഓർക്കുക. അപ്പൊ അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം എന്ന് പറയുന്നത്. അടുത്തത്, പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ആശയവുമായി തൊഴിലുറപ്പ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർമാചാരി. കർമ്മം ജോലി അല്ലെങ്കിൽ തൊഴിൽ, അതാണ് കർമ്മം എന്ന് ഉദ്ദേശിച്ച് അങ്ങനെ വെച്ച് പഠിക്കാം. പഠനത്തോടൊപ്പം തൊഴിൽ, ആ വാക്കാണ് ഓർത്തിരിക്കേണ്ടത്. അതിന്റെ പേര് കർമാചാരി എന്നാണ്. അടുത്തത്, റേഷൻ വിഹിതം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് ഒപ്പം. അപ്പൊ നമുക്ക് റേഷന്റെ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു തരുന്ന പദ്ധതിയാണ് എന്ത് ഒപ്പം എന്ന് പറയുന്നത്. അടുത്ത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴും അതിന്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നുണ്ട്. കെ സ്മാർട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും നമുക്ക് ആപ്പായിട്ട് മൊബൈൽ ഫോണിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. അടുത്ത്, ഏത് രോഗത്തിനെതിരെയുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ആണ് വിവ കേരളം. വിവ എന്ന് പറയുമ്പോ അനീമിയാണ്. അനീമിയ അല്ലെങ്കിൽ എന്താണ് വിളർച്ച എന്ന് പറയും. ഈ വിളർച്ച അനീമിയ ആണ് അതിന്റെ ഇംഗ്ലീഷ് പേരാണ്. വിവ എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്പാൻഷൻ ഉണ്ട്, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, അങ്ങനെയാണ് ഇതിന്റെ പേര്. അപ്പൊ ആ വിവ കേരളം എന്തിനു വേണ്ടിയിട്ടുള്ള വെച്ചാൽ അനീമിയക്കെതിരെയുള്ള ക്യാമ്പയിൻ ആണ്. ഓക്കെ. അടുത്ത്, സ്ത്രീകളുടെ പുനർവിവാഹത്തിന് 25,000 രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മംഗല്യ. നമ്മൾ മംഗല്യ നേരത്തെ പഠിച്ചു, വിധവകൾക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു മംഗല്യ എന്ന് പറഞ്ഞാല് പുനർവിവാഹത്തിന്, വിധവകൾക്കും അല്ലെങ്കിൽ വിവാഹമോചിതരായവർക്കുമുള്ള പുനർവിവാഹത്തിന് വേണ്ടിയിട്ടുള്ള സൗജന്യ ധനസഹായ പദ്ധതിയാണ്. ആ ധനസഹായം എത്രയെന്നാണ് നമ്മൾ പറയുന്നത്, 25,000 രൂപയാണ്. അപ്പൊ അതിന്റെ മംഗല്യ എന്ന് പറയുമ്പോൾ കല്യാണം, അപ്പൊ വീണ്ടും പുനർവിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സാമ്പത്തിക സഹായം നൽകുന്നത്, 25,000 രൂപയാണ്. ഓക്കെ. വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ. അതായത് വിധവകളുടെ മക്കൾക്ക് എന്താണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത്. ഒത്തിരി പദ്ധതികളായിട്ടുണ്ട്, മറന്നുപോകാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിന് ഏത് ചോദിക്കുന്നു, ഒരുപാട് പദ്ധതികൾ ഉള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഏത് പദ്ധതികൾ എവിടെ നിന്ന് വേണോ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതി വെച്ച് പഠിക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത നോക്കാം, പൊൻവാക്ക്. ശൈശവ വിവാഹത്തെ കുറിച്ച് രഹസ്യ വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ് എന്ത് പൊൻവാക്ക്. ഓക്കെ. ശൈശവ വിവാഹത്തെ കുറിച്ച് രഹസ്യ വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ് പൊൻവാക്ക് എന്ന് പറയുന്നത്. ആശ്വാസനിധി. അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ആശ്വാസമായിട്ട് കൊടുക്കുന്നതാണ് എന്ന് വെക്കുക. അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി. അടുത്ത, അഭയകിരണം. നിർധനരായ വിധവകളുടെ സംരക്ഷണത്തിന് മാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം, അല്ലെ? അടുത്തത്, സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനായുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമുക്ക് റേഷൻ കാർഡുകൾ പല കളറിലുണ്ടല്ലോ. അപ്പം അവർക്ക് എന്താണ്, അവർക്ക് അർഹമല്ലാത്ത റേഷൻ കാർഡാണ് കയ്യിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് എന്ത് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്നത്. കേരള ബാങ്ക് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ് വിദ്യാനിധി. വിദ്യ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. വിദ്യാനിധി അപ്പൊ ഒരു സമ്പാദ്യമാണെന്ന് ഓർക്കുക. വിദ്യാനിധി എന്ന് പറഞ്ഞാല് കേരള ബാങ്ക് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് വിദ്യാനിധി എന്ന് പറയുന്നത്. അടുത്ത, സമഗ്ര ശിക്ഷ. കേരള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികളുമായി ഇടപഴകുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ പദ്ധതിയാണ് സ്പേസ്. ഓക്കെ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികളുമായി ഇടപഴകുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ പദ്ധതിയാണ് സ്പേസ്. അവർക്കിടയിൽ ഒരു സ്പേസ് കുറയ്ക്കുക, ബാക്കി സാധാരണ നോർമൽ കുട്ടികളായിട്ട് അവരെ ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്പേസ്. അപ്പൊ അതായത് അവരുടെ ഇടയിലുള്ള സ്പേസ് കുറയ്ക്കുക എന്നുള്ള ഓർത്ത് വയ്ക്കുക. അപ്പൊ സ്പേസ് എന്നുള്ള വാക്ക് കിട്ടും. അടുത്ത,
ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്വർഗശേഷി പരിപോഷിക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം ആരംഭിക്കുന്ന പദ്ധതിയാണ് കളിക്കൂട്ടം. ഓക്കെ, കളിക്കൂട്ടം. ജന്മന ഹൃദ്രോഗം ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. ഹൃദ്യം അല്ലെങ്കിൽ ഹൃദ്യം എന്ന് പറയുമ്പോൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കാണ് ജന്മന ഹൃദ്രോഗം ബാധിച്ച 18 വയസ്സിന് താഴെയുള്ളവർക്കാണ് കൊടുക്കുന്നത്. അടുത്തത്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് പ്രതിഭാ സഹായ പദ്ധതി. ഓക്കെയാണ്. അടുത്തത്, സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. ഓക്കെയാണ്. ആരാണ്? സിവിൽ സപ്ലൈസ് വകുപ്പ് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് തെളിമ എന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള പദ്ധതിയാണ് ജ്യോതിർമയ. എന്താണ് ജ്യോതിർമയ? മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള പദ്ധതിയാണ് ജ്യോതിർമയ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ വാത്സല്യ എന്താണെന്ന് നോക്കാം. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. അതായത് പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ വാക്കുകളുണ്ടോ എന്നാണ് നോക്കിയത്. അങ്ങനെ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. ഓപ്പറേഷൻ വാത്സല്യ എന്താണ്? കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. അടുത്തത്, സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്താൻ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് ഏതാണ്? ആശ്രയ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് അഗതി പുനരധിവാസത്തിന് ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പാണ് ആരംഭിച്ചത്. അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയം. അഗതികൾക്ക് ഒരു ആശ്രയം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. എന്റെ മരം, എങ്ങനത്തെ എന്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തായിരിക്കും? എന്റെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അത് നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർക്കുക. സ്കൂൾ കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം. അടുത്തത്, വയോ അമൃതം. വയോ അമൃതം നമ്മൾ നേരെ വയോമിത്രവും വയോമധുരവും പഠിച്ചു. ഇനി വയോ അമൃതമാണ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ വകുപ്പിന്റെ പിന്തുണയോടെ സാമൂഹിക നീതി വകുപ്പ് സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികളുടെ ചികിത്സയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? വയോ അമൃതം എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മയക്കുമരുന്നിനെതിരായ പുതിയ ക്യാമ്പയിൻ, അതായത് സംസ്ഥാന സർക്കാരിന്റെ മയക്കുമരുന്നിനെതിരായ പുതിയ ക്യാമ്പയിന്റെ പേരാണ് നോ ടു ഡ്രഗ്സ്. നോ ടു ഡ്രഗ്സ്. നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഡ്രഗ്സിനോട് നോ പറയുക. നോ ടു ഡ്രഗ്സ്. അനർട്ട് വീടുകളിൽ സബ്സിഡിയോടെ ഗ്രിൽഡ് ബന്ധിത സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്ന പദ്ധതിയാണ് സൗര തേജസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സൗരം തേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യ മറ്റുള്ള സോളാർ ആണെന്ന് നമുക്ക് ഓർത്തു വയ്ക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ സൗരോർജ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ന് ഓർക്കാം. അടുത്തത്, അന്നദായിനി. കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി. ആർക്കാണ്? ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. പോഷകാഹാരം, അന്നം, അങ്ങനെ ഓർക്കുക. അടുത്ത് കനിവ്. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? കനിവ്. ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് നമ്മളൊരു കനിവായിട്ട് കൊടുക്കുന്നു. അവർക്കും തീവ്ര മാനസിക രോഗികൾക്കും എന്താണ്? മരുന്നും ഭക്ഷണവും ഉറപ്പാക്കുന്നു. അപ്പൊ ഇതാണ് ഒരുവിധമുള്ള ഒരു ആരോഗ്യക്ഷേമ പദ്ധതികളും സാമൂഹിക ക്ഷേമവും പിന്നെ കുറച്ച് സർക്കാർ പദ്ധതികളുമാണ്. അതായത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പദ്ധതികളാണ് ഇതൊക്കെ. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത സാറ്റർഡേ എക്സാം വരികയാണ് 10th പ്രിലിംസ്. 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. അതുപോലെ കറണ്ട് അഫയേഴ്സും നന്നായിട്ട് പഠിക്കുക. ബാക്കി കറണ്ട് അഫയേഴ്സ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.